Very good evening and welcome to Comedy Masala. കോമഡി മസാലയിൽ ഇന്ന് നമുക്ക് ഓഡിയൻസ് ആയിട്ട് എത്തിയിട്ടുള്ളത് ഹെൽപ്പിംഗ് ഹാർട്ട്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകളാണ്. സോ അവരെയാണ് ഇന്ന് ആദ്യം ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ഹെൽപ്പിംഗ് ഹാർട്ട്സ്. ആൻഡ് നമ്മുടെ ഈ ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളെ നമുക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യണത് മറ്റാരല്ല, നമ്മുടെ പ്രിയങ്കരായ ആക്ടേഴ്സ്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നെൽസൺ ആൻഡ് ഉല്ലാസ് പന്തളം. നെൽസേട്ടാ ആൻഡ് ഉല്ലാസ് ചേട്ടാ, നമ്മുടെ കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കോമഡി മസാലയുടെ വേദിയിലേക്ക് രസകരമായ ഒരു സ്കിറ്റുമായി ഇനി എത്തുന്നു ടീം ഫൺ സ്റ്റാർസ്. അങ്ങനെ വീണ്ടും ബാർ തുറന്നു. അല്ല, സ്കൂള് തുറന്നു. കണ്ടില്ലേ ഒരു ഗവൺമെന്റ് സ്കൂളിലെ കഷ്ടപ്പാട്. സ്കൂള് തുറന്നിട്ടും ഇതുവരെ ഒരു അധ്യാപകരും എത്തിയിട്ടില്ല. എച്ചമായ ഞാൻ മാത്രം. എന്ത് കഷ്ടമാണെന്ന് പറ. അയ്യോ, എന്ത് പറ്റി? സാധാരണ 10-11 മണിക്കാണല്ലോ വരുന്നത്. ഇത് രാവിലെ അങ്ങ് പോരുന്ന്. ഓ, ഒന്നും പറയണ്ട സാറേ. എന്ത്? ഇന്നലെ ലാസ്റ്റ് പീരീഡേ കുട്ടികളെ പഠിപ്പിച്ച് ഞാൻ അങ്ങ് സ്കൂളിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. ആ, പിന്നെ കണ്ണു തുറന്നു നോക്കിയപ്പോഴേക്കും നേരം വെളുത്തു. അതെന്തായാലും നന്നായി. അതുകൊണ്ട് രാവിലെ വരാൻ പറ്റിയല്ല. അതല്ലെങ്കിലും സാറിന് എന്നെ പറ്റി ഇച്ചിരി പരാതി ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നേരം പരാതി പറയാതിരിക്കും. സാറ് എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ഇന്നലെ എങ്ങനെ വന്നതെന്ന് സാറിന് അറിയോ? എങ്ങനെ വന്നത്? കുമാറിനെ നോക്കി കണ്ടില്ല, ചന്ദ്രനെ നോക്കി കണ്ടില്ല, മുകേഷിനെ നോക്കി കണ്ടില്ല. ടീച്ചർ എന്തിനാ ആവശ്യമില്ലാതെ ആണുങ്ങളെയൊക്കെ നോക്കാൻ പോണത്? ആണുങ്ങളെ നോക്കിയെന്നല്ല, ഇതൊക്കെ പ്രൈവറ്റ് ബസിന്റെ പേരുകളാ. അത് പോട്ടെ, ടീച്ചർ ഈ വണ്ടിയൊക്കെ നോക്കിയല്ലേ കരുണാകരനെ നോക്കിയായിരുന്നു? അതേത് ബസ്സാ? അത് ബസ്സല്ല, ഈ പീസ്. സാറേ ഫോൺ എടുക്കാൻ പറഞ്ഞ ഫോണല്ല, പാറ വരെ ഞാൻ. ഹലോ ഹലോ ഹലോ, ഇത് ചെന്നീർക്കര LP സ്കൂൾ അല്ലേ? അതെ, ചെന്നീർക്കര LP സ്കൂളാണ്. കരുണാകരൻ മാഷാണോ? ഇത് പലിശ കൊടുക്കുന്ന സുധാകരനാണോ? അല്ലല്ലോ. അപ്പൊ ഇത് കരുണാകരൻ മാഷ് തന്നെയാണ്. പക്ഷേ അവിടെ ക്ലോക്ക് ഉണ്ടോ? ക്ലോക്ക് ഉണ്ട്. അത് ഓടുന്നുണ്ടോ? നല്ലതുപോലെ ഓടുന്നുണ്ട്. എങ്കിൽ പിടിച്ചു നിർത്തിക്കോ, ഇറങ്ങി ഓടിക്കളയും. കിടിക്കല്ലേ? ഇന്ന് പരീക്ഷയുടെ പേപ്പർ കൊടുക്കാനുള്ള ദിവസമാണ്. മാർക്ക് അങ്ങോട്ട് നോക്കി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് നേതൃത്വം കൊടുത്തത് ആരാ സാറേ? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് നേതൃത്വം കൊടുത്തത് ദീപ്തി IPS അല്ലേ? അവന് ഫുള്ളോട്. എനിക്കൊരു പൈന്റ് എന്താ? അല്ല, മാർക്ക് കൊടു. ഓ, ഈ പിള്ളേര് എന്തിനാ സ്കൂളിൽ പഠിക്കാൻ വരുന്നേ? എന്ത് പറ്റി? ചോദ്യത്തിനുള്ള ഉത്തരം എഴുതി വെച്ചാണ്. കണ്ടോ? എന്താണ് ഇത് നോക്ക് സാറേ, ഇത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ആധുനിക വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്. തന്തയ്ക്ക് വിളിച്ചില്ലല്ലോ. കൂടുതൽ മാർക്ക് കൊടു, കൂടുതൽ വാരിക്കൊടു. ഗവൺമെന്റ് സ്കൂളാ, വാരിക്കൊടു. തനിക്ക് നാണം ഉണ്ടോടോ? ഇതൊരു മാതൃകാ സ്കൂളല്ലേ? വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളല്ലേ? താഴെ കൊടുത്തൊരു അധ്യാപകരല്ലേ? ഇല്ല, പന്ന പറക്കി പിള്ളേരെ പോലെ. അല്ല സാറേ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഉണ്ടല്ലോ, നമ്മുടെ സ്കൂളിന്റെ വാതിക്ക് വെച്ച് ഒരു തന്നെ തടഞ്ഞു നിർത്തിയിട്ട് എന്റെ മുഖത്ത് നോക്കി പട്ടി സാറേ എന്ന് വിളിച്ചത്. എന്നിട്ട് താരം ഒന്നും പറഞ്ഞില്ലേ? ഞാൻ ഒരു മാതൃകാധ്യാപകനല്ലേ സാറേ? എനിക്കങ്ങനെ ചീത്ത വിളിക്കാൻ പറ്റും. എന്തെങ്കിലും മറുപടി പറയണ്ടോ? എനിക്കങ്ങനെ ദേഷ്യം കയറി വന്ന് ചീത്ത വിളിക്കാൻ തോന്നുമ്പോ ഞാൻ ഈ വിസിലെടുത്ത് വെച്ചതാ ഇങ്ങനെ. നമ്മുടെ ദേഷ്യവും തീരും, ഒരു ആത്മസംതൃപ്തിയും കിട്ടും. അതെന്തായാലും ഉഗ്രം പരിപാടി തന്നെ. അത് തന്നെ ഞാൻ മെനഞ്ഞാന്ന് സാറിന്റെ വീട്ടിന് അതിലെ പോയപ്പം സാറിന്റെ ഭാര്യ വീട്ടിൽ കിടന്ന് വിസിലടിക്കുന്നതാണ്. പട്ടി സാറേ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ പട്ടി സാറേ എന്ന് വിളിക്കരുതെന്നും. വജ്രായുധം ഞാൻ പ്രയോഗിക്കും. ടീച്ചറിന് വേണം. ഹലോ ഹലോ, ഇത് ചെന്നീർക്കര LP സ്കൂൾ ആണോ? നേരത്തെ വിളിച്ചില്ലേ? അവനാ, എനിക്കിട്ട് പണി തരാനാ. അവന് ഞാനിപ്പോ ഒരു പണി കൊടുക്കുന്ന കണ്ടോണം. ഹലോ ഹലോ, ഇത് കരുണാകരൻ മാഷാണോ? അതെ, കരുണാകരൻ മാഷാണ്. അവിടെ ക്ലോക്ക് ഉണ്ടോ? ഇവിടെ ക്ലോക്ക് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ പിടിച്ചു നിർത്താൻ, ഇറങ്ങി ഓടുവന്നു.
ആത്മസംതൃപ്തി കിട്ടിയാ സാറേ? നല്ല സംതൃപ്തി. സാറേ ഒരു കാര്യം പറയാം. എന്താണ്? അതെ, ഇന്ന് എന്നെ ഇച്ചിരി നേരത്തെ വിടണേ. അതിന് എനിക്ക് സിറ്റി വരെ ഒന്ന് പോണം. എന്തിനാണ് സിറ്റിയിലൊക്കെ പോണത്? അത് ലാബിൽ പോണേ. എനിക്ക് പ്രഷറും ഷുഗറും ഒന്ന് ചെക്ക് ചെയ്യാൻ. അയ്യോ, നമ്മുടെ സ്കൂളിൽ ലാബ് ഉണ്ടല്ലോ, അവിടെ പരിശോധിച്ചൂടെ? സ്കൂളിലെ ലാബിലോ? ആ. അത് കുട്ടികൾ പഠിക്കുന്ന ലാബല്ലേ? എന്റെ മൂത്രം അവിടെ അല്ലേ പരിശോധിക്കുന്നത്? കഷ്ടമെന്ന് പറ. ഓ, ഞാൻ കളിക്കാൻ പോട്ടാ. പോടാ, തനിക്ക് നാളെ ഇല്ലോടൂ. 3 മാസം കൂടെ റിട്ടയർഡ് ആവാൻ കളിക്കാൻ പോട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? സാർ ഈ തൊട്ടതിന് പിടിച്ചോന്നല്ലേ എന്നെയാണല്ലോ കുറ്റം പറയുന്നത്? പിന്നെ കുറ്റം പറയുന്നത് ഞാൻ എങ്ങനെ? ചോദിക്കട്ടെ, ഇവിടുത്തെ ഓമന ടീച്ചർ എവിടെ? ഓ, തനിക്ക് ഇത്രയും എടോ, ഓമന ടീച്ചറിന്റെ മോള് ഗർഭിണിയാണ്. 9 മാസം പ്രസവത്തിന് ആശുപത്രി കൊണ്ടുപോയി ടീച്ചർ കൂടെ പോയിരിക്കുക. ഓക്കെ, ശരി. എന്നാ ബിന്ദു ടീച്ചർ എവിടെ? ബിന്ദു ടീച്ചർ 2 ദിവസം മുമ്പല്ലേ തന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നത്. അവർക്ക് 6 മാസം ഗർഭമാ, ആശുപത്രി കാണിക്കാൻ കൊണ്ടുപോയിരിക്കുക. ശരി. സൂസി ടീച്ചർ എവിടെ? അയ്യോ, സൂസി ടീച്ചറിന്റെ മോളെ കല്യാണം കഴിഞ്ഞപ്പോൾ 4 മാസം ആള്, പെണ്ണിന് 3 മാസം ഗർഭം, ആശുപത്രി കൊണ്ടിരിക്കുക കാണിക്കാൻ. ഒരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? യഥാർത്ഥത്തിൽ സാർ ഇവിടുത്തെ HM ആണ്, അത് ഗൈനക്കോളജിസ്റ്റ്? താൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും. സാറേ, 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 ആര്? ആര്? സാറേ, എന്നെ അറിയോ സാർ? ഏ? എന്നെ അറിയോ സാർ? ആരും മനസ്സിലായില്ല. സാർ എന്നെ പഠിപ്പിച്ചാണ്. അങ്ങനെയാ ഇത്രയും പിള്ളേരെ പഠിപ്പിച്ചിരിക്കുന്നു. അല്ല, 5 മുതൽ 9 ക്ലാസ് വരെ സാർ എന്നെ പഠിപ്പിച്ചത്. ഇവിടെ 5 മുതൽ 9 വരെ തന്നെ എല്ലാ പിള്ളേരെ പഠിപ്പിക്കുന്നത്, അല്ല 9 മുതൽ 5 വരെ അല്ല. അതല്ല സാറേ, പിന്നെ സാറ് പിന്നെ ഞാൻ സാറൊന്ന് ഓർത്ത് നോക്ക് സാറേ. ഇത് ഞാൻ ഒരുപാട് പിള്ളേരെ പഠിപ്പിച്ചു, എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഓർമ്മ കിട്ടത്തില്ല. സാറിന്റെ പേര് വിളിക്കുന്നില്ല സാർ? കാക്കത്തലേ. കാക്കത്തലയായിരുന്നു. അത് നീയാണടാ? അല്ലല്ല, എന്റെ കൂടെ ഉള്ളവനാണ് എപ്പോഴും അത് വിളിക്കുന്നത്. അപ്പൊ അവന്റെ കൂടെ എപ്പോഴും എന്റെ കൂടെ ഉള്ള ഉണ്ട്. അങ്ങനെ അവന്റെ കൂടെ നടക്കുന്നവൻ എനിക്ക് ഓർമ്മയില്ലേ? ഈ സാർ എന്നെ ഓർമ്മ വരുന്നില്ലേ? എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല. സാർ ഒന്നുകൂടെ ഓർത്ത് സാറേ, എന്റെ മുഖം നോക്ക്. ഈ മീശയും താടിയൊക്കെ വെച്ചുകൊണ്ട് പിടി കിട്ടുന്നില്ലേ? കണ്ണാടിയൊക്കെ വെച്ചോണ്ട് കട്ടുമെന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഗൾഫിലായിരുന്നു സാറേ. ഞാൻ പഠിപ്പിച്ച ഒരുപാട് പിള്ളേർ ഗൾഫിൽ പോയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നീ പോയെന്ന് പറഞ്ഞാൽ തോന്നും. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്. ഓ, ഗൾഫിൽ പോയി പിന്നെ അവിടെ താമസിക്കാനാണ് പോണേ? തിരിച്ചു വരുമല്ലോ. അതല്ല സാറേ, പിന്നെ ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ അമ്മ ഒരു കാര്യം പറഞ്ഞു. എന്താ പറയാ? അമ്മ നിന്റെ എന്റെ കാര്യം നിന്റെ അമ്മ എന്തിനു പറയും? അയ്യോ, അതല്ല സാറേ, സാറിന്റെ കാര്യം തന്നെ സ്നേഹത്തെ നിന്നെ പഠിപ്പിച്ചതൊക്കെയാണ്. അപ്പൊ നീ ഗൾഫിൽ നിന്ന് വന്ന് ആദ്യമായിട്ട് വരുമല്ലേ, അപ്പൊ സാറിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ഇങ്ങനെ ഇത്ര നിങ്ങളുള്ള ടോർച്ചും പിന്നെ കുറച്ച് സ്പ്രേയും പിന്നെ സോപ്പും പൗഡറും ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നാണ് സാർ തരാനായിട്ട്. മനസ്സിലായോ? അല്ല, എവിടെ ഇല്ല സാറിന് എന്നെ അറിയത്തില്ലെന്ന് പറയുമ്പോ പിന്നെ ഞാൻ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. നിനക്ക് എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടി. ഭയങ്കര മിടുക്കനായിരുന്നു. പിന്നെ കണക്ക് ക്ലാസ്സിലൊക്കെ ഒരു കണക്കിട്ട് കൊടുത്താണ്ടല്ലേ 9 കണക്ക് തിരിച്ചിട്ട് തരും. അത്ര മിടുക്കനാണ് ഇവൻ. ഡേയ്, സുഖം തന്നെയാടാ. വെളുത്ത് സുന്ദര കുട്ടനായി കേട്ടാ. പിന്നെ കൊണ്ടുവന്ന സാധനം എന്ത് ചെയ്യും? തന്നെ സാറേ, അപ്പം അങ്ങനെ അത്ര എന്നെ നല്ല ഓർമ്മ ഉണ്ടെങ്കിൽ സാർ എന്റെ പേരൊന്ന് പറയാമോ? അയ്യോ, ഗുരു ശിഷ്യന്മാർ തമ്മിൽ എന്തിനാ പേരൊക്കെ വെച്ചാൽ? സാറ് കേൾക്കണം. ഇന്നാളൊരു ദിവസം ഞാൻ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത് ഡോക്ടറായി. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ വിളിക്കും. സാറ് പഠിപ്പിച്ച ഡോക്ടറായി, ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു കരൽ കൊണ്ടുതരാണ്. ഒരു കാര്യം, നിന്റെ പേര് ഞാൻ പറയും. ഷിബു. തെറ്റി, ഷിബു എന്നല്ല സാർ എൻ്റെ പേര്. സാർ കറക്റ്റ്, സാറിന് അത്ര ഓർമ്മയില്ല, അതാണ്. എടാ, എനിക്ക് ഓർമ്മയില്ല. എന്നാ പിന്നെ പേര് പറയാം സാർ, നിങ്ങൾ എനിക്ക് തരാനൊക്കെ എനിക്കൊരു ആത്മസംതൃപ്തി. ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടിയാണ് ഷിബു എന്ന് പറഞ്ഞത്. നിന്റെ പേര് ജോർജ് കുട്ടി. അല്ല സാറേ, അല്ല സാറേ, എൻ്റെ ഈ നെൽസൺ എന്ന് കറക്റ്റായിട്ട് സാർ എൻ്റെ പേര് പറയുകയാണെങ്കിൽ സാർ എൻ്റെ പേര് പറഞ്ഞാൽ ഓർത്ത് പറയും, ഓർത്ത് പറയും. സന്തോഷ്. അല്ല സാർ, എൻ്റെ പേര് നെൽസൺ എന്ന് കറക്റ്റ് എൻ്റെ പേര് സാറ് ഓർത്ത് നല്ല എൻ്റെ പേര് പറ സാർ, എൻ്റെ പേര് പറ. ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നത്? കൊണ്ടുവന്ന സാധനം എന്താടേ? ഷിബു, ബിജു, സന്തോഷ്, സണ്ണി. 1000 വട്ടപ്പോൾ ഞാൻ നെൽസൺ നെൽസൺ എന്ന് പറഞ്ഞു. അതുപോലെ ഓർത്ത് പറയാൻ പറ്റും സാറിന് ഞാൻ ടോർച്ചല്ല തരുന്നത്. പിന്നെ എന്ത് ചെയ്യുമെന്ന് പറ. നമസ്കാരം. ആക്ഷൻ വേണ്ട, ഡയലോഗ് മാത്രം. ഞാനൊരു പാവപ്പെട്ട മേശിരി പണിക്കാരനാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ആക്ഷൻ ഇങ്ങനെ കൂടെ കയറി വരും. അതുകൊണ്ടാണ് ഞാൻ ബോസ്. ഏത് കൊള്ളസംഘത്തിലാണ്? കൊള്ളസംഘത്തിലില്ല, എന്റെ പേരാണ് ബോസ്. ഞാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛൻ. എങ്ങനെ? ഞാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛൻ. മ്യാൻമാറിൽ വെച്ച് പണ്ട് വിമാനാപകടത്തിൽ മരിച്ചുവെന്നും
ചിതാഭസ്മം ഇപ്പോഴും ജപ്പാനിൽ കാത്തു സൂക്ഷിക്കുന്നുവെന്നും അതല്ല മരിച്ചില്ല ഏതോ രാജ്യത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്നും പറയുന്ന ആ മഹാനുഭാവൻ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛനാണ് ഈ നിൽക്കുന്നത്. ആ വലിയ മനുഷ്യന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇദ്ദേഹത്തിന് നമുക്ക് രാജ്യത്തിന് വേണ്ടി ഒരു സല്യൂട്ട് നൽകാം. സത്യം പറയാം, ഇത്രയും ചെറുപ്പമാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. 5 സിയിൽ പഠിക്കുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛനാണ് ഞാൻ. ആരെന്ന് പറഞ്ഞത്? 5 സിയിൽ പഠിക്കുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛൻ. നിന്നെ തന്നെയാടാ ഞാനിവിടെ നോക്കിയിരുന്നത്. നിന്നെ തന്നെ ഞാനിവിടെ നോക്കിയിരുന്നത്. എടാ നിന്റെ ഈ മോൻ ഇവിടെ കളിക്കുന്ന കുരുത്തക്കട എന്തൊക്കെയാണെന്നറിയാമോ? എന്തൊക്കെയാണെന്നറിയാമോ? എടാ ഞാൻ അന്നാൾ അവന്റെ അടുത്ത് പറഞ്ഞ് അച്ഛനെ വിളിച്ചോണ്ട് വന്നു. അവൻ ചെയ്ത് പരിപാടി എന്താണെന്നറിയാം? എന്റെ വീട്ടിൽ പോയി സുഖമില്ലാതെ എന്റെ അച്ഛനെ കട്ടിലോടെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അറിയാവണ. അത് മാത്രം സാറേ, ഇന്നാണ് ഞാൻ അവൻ്റെ കൂടെ ചോദിച്ചു 4 4 എത്രയാണ്. അവൻ പറയണ എന്റെ അമ്മമ്മേരെ 16. സത്യം പറയാൻ സാറേ, കണ്ണ് തപ്പിയ കുഞ്ചന്തം പേരെ അടിച്ചു. എടോ തന്റെ മോൻ ഒരുത്തക്കാരണം ഈ സ്കൂളിന്റെ പേര് വൃത്തികേടാക്കി. ഈ സ്കൂളിന്റെ പേരെന്താ? മാർ ഗ്രിഗോർസിയോസ് തിലോപ്പോസ് താൽമെൻസ് ചിസ്റ്റിസ് ഈസ് ദ എൽപി സ്കൂൾ ഗവൺമെന്റ്. ഇതിൽ കൂടുതൽ ഇത് എന്നാ വൃത്തികേടാക്കാൻ പറ്റും? ഒരു കാര്യം ഞാൻ പറയാം, ഈ സ്കൂളിൽ അന്തസ്സുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. അവർക്കൊക്കെ ഉള്ള ഒരു സാധനം തന്റെ മകനില്ല. എന്താണത്? ഡിസിപ്ലിൻ. ഒരു കാര്യം ഞാൻ പറയാം സാറേ, ആ ചെറുക്കിനെ ഇനി സ്കൂളിൽ സഹിക്കാൻ പറ്റത്തില്ല. അത് തന്നെ. എനിക്ക് AC വേണം. വലിച്ചു കിടക്കുന്നു. ഇവിടെ നമുക്ക് തന്നെ ചൂട് സമയത്ത് ഒരു ഫാനില്ല. അപ്പോൾ AC ഉണ്ടാക്കി തന്നെ പോടാ മാറി. അല്ല, ഈ പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുമ്പോ ഒരു ബുക്കും പേപ്പറും കൊടുക്കുമല്ലോ. ബുക്കും പേപ്പറും കൂടെ തന്റെ മോനാ ലേലന്റ് ലോറിയാ. വേറൊരു സാധനം ഉണ്ടല്ലോ, എന്ത്? TC അതിപ്പോ വേണം. സാറിന്റെ ഉണ്ടോ? ഉണ്ട് സാറേ, പെണ്ണുമ്പിള്ള കൊടുക്കാൻ സമ്മതിക്കൂല. പെണ്ണുമ്പിള്ള ഭയങ്കര ചൂടാണ്, എപ്പോഴും ബിസിലടിയാണ്, കൊടുക്കാൻ സമ്മതിക്കൂല. പിന്നെ അലമാരിക്കകത്ത കണ്ട ഇല്ല അത് ഇല്ലല്ലോ സാറേ, നമ്മൾ കൊടുത്തില്ല. ഇല്ല കല്യാണത്തിന്. ഓ നമ്മുടെ ഇവിടെ ഗോപാലകൃഷ്ണ സാറിന്റെ കണക്കോട് പിടിച്ച സാറിന്റെ മോളെ കല്യാണമായിരുന്നു മെനഞ്ഞാന്ന്. അങ്ങനെ സാറ് കുറെ എടുത്തോണ്ട് പോയി. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ വാ, ഒരു ലോറിയും കൊണ്ടുവന്നാൽ മതി. കൊണ്ടുപോവാ, സാറിന്റെ അടുത്ത് പറയാൻ കൊണ്ടുപോവാ. നാളെ രാവിലെ എനിക്ക് 5 ചാക്ക് മണലിന്റെ കോൺക്രീറ്റ് ആണുള്ളത്. TC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എന്താണ്? ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് പഠിപ്പിക്കുന്നേ അതൊക്കെ കൊടുത്തു വിട്ടാരെ. അല്ല കൊടുത്തു വിട്ടേ, ഇവനൊക്കെ ഇവിടെ പഠിപ്പിക്കണോ? കൊടുത്തു വിട്ടു. ഇങ്ങോട്ട് വന്നാണ്. അല്ല നിക്ക്, ഇത് കിട്ടിയിട്ട് നിനക്ക് എന്താണ് കാര്യം? കാര്യമുണ്ട്. തൊട്ടപ്പുറത്തെ സ്കൂളില് 35 പിള്ളേരെ ഉള്ളൂ. എന്റെ ചെറുക്കനും കൂടെ അവിടെ ചെന്നാൽ 36. 35 ഉള്ളെങ്കിൽ ഡിവിഷൻ ഫാൾ സംഭവിക്കും. അതുകൊണ്ട് എന്റെ ചെറുക്കനെ അവർക്ക് വേണം. അവര് പൊന്നെ പോലെ എന്റെ ചെറുക്കനെ നോക്കിക്കോളാം. തള്ളിക്കോട്ടി പൊക്കോ. എന്താണ് എന്ത് കാര്യം? TC കൊടുക്കാൻ പറ്റും. ഇവിടെ എത്ര പിള്ളേരുണ്ട്? ആകെ 36 പിള്ളേരുള്ളൂ. അതിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ 35 പിള്ളേരില്ലേ? ഇവിടെ ഡിവിഷൻ ഫാൾ സംഭവിക്കൂലേ? സാറിന്റെ ജോലി പോകൂലേ? തന്റെ ജോലി എന്താ പറ്റൂ? കൊടുക്കരുത്. വേറെ എന്തെങ്കിലും പറഞ്ഞ് സോപ്പിട്ട് പതുക്കെ പറഞ്ഞങ്ങ് വിടുക. സോപ്പിടല്ലേ? മിസ്റ്റർ ബോസ്, സത്യം പറയാമല്ലോ, നമ്മൾ ഈ ഓരോ വ്യക്തികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാണയത്തിന്റെ ഒരു വശം മാത്രം ചിന്തിച്ചാൽ പോരാ, നാണയത്തിന്റെ മറുവശം കൂടെ ചിന്തിക്കണം. സത്യം പറയാമല്ലോ, എനിക്ക് ചില സമയങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നാറുണ്ട്. നല്ല കുട്ടിയാണ് അവൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ സ്കൂളിലോട്ട് ഇങ്ങോട്ട് കയറി വരുമ്പം നമ്മൾ ആ മാവിന്റെ ചുവട്ടിൽ ഈ സുഭാഷ് ചന്ദ്രബോസിനെ കൊടുകൈ കൊടുത്ത് മേളിലോട്ട് നോക്കിയിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താണ് സുഭാഷ് ചന്ദ്രബോസ് മേളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ അവനടുത്ത് പറഞ്ഞെന്തോന്നറിയോ? സാർ, ആപ്പിൾ മരത്തിന്റെ ചോട്ടിൽ നിന്നല്ലേ ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത്? അതുപോലെ ഞാനും ഒരു ആകർഷണം കണ്ടുപിടിക്കാൻ. ബ്രില്യന്റ് ആണ് അവൻ. അത് മാത്രം സാറേ, മിനിഞ്ഞാന്ന് ഞാൻ റോട്ടിൽ കൂടെ നടന്നു പോവേ, ഇവൻ പറയുന്നത് സാറേ എന്ന് വിളിച്ചു. ഞാൻ അവിടെ നിന്നത് ഇവൻ ഓടി വന്ന് കാലി തൊട്ട് തൊഴുതിട്ട് എന്റെ ചോദിക്കണത്, സാറേ 7 7 14 അല്ലേ? മിസ്റ്റർ ബോസ്, ഞാൻ ഇതുവരെ ആരോടും പറയാത്ത രഹസ്യമുണ്ട്. ആ രഹസ്യം ഞാൻ ഇപ്പൊ പറയാൻ പോവാണ്. പറയണ സാറേ. ഈ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് എനിക്ക് ജനിക്കാതെ പോയ ഉണ്ണിയാണ്. എന്റെ മകനെ പോലെയാണ് എനിക്ക് അവൻ. അവനില്ലാതെ ഈ സ്കൂളിൽ നടത്തിക്കൊണ്ടു പോകാൻ എനിക്ക് പറ്റില്ല.
എന്തൊക്കെ പറഞ്ഞാലും ടി സി തന്നെ പറ്റൂ. കള്ള കളവാ. ഉറപ്പാണ്. ഉറപ്പാണ്. ടി സിയും കൊണ്ടേ പോകും. ടി സിയും കൊണ്ടേ പോകൂ. എന്റെ ഈ സ്കൂൾ അടച്ച് പൂട്ടിക്കും. ചേച്ചി തള്ളും. തള്ളും. ഉറപ്പാണ്. എങ്കിൽ ഒന്ന് കാണണമല്ലോ. എങ്കിൽ നീ എന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് അവനെ കൊണ്ട് ഇവിടെ പോകും. അത് തന്നെ കാണത്ത്. കാണത്ത് കാണത്ത്. ഇപ്പൊ എവിടെ ചവിട്ടും? ടി സാറേ, ഓ, ഇവിടെ ഡിവിഷൻ നിലനിർത്താൻ വേണ്ടി അവസാനം എനിക്കത് കാണേണ്ടി വന്നു. എന്തോന്ന് ക്ഷമയുടെ നെല്ലിപ്പിലക. സാറേ സത്യാഗ്രഹം കിടക്കാതെ എഴുന്നേക്ക്. അവൻ വിളിച്ചോണ്ട് പോകുന്നു ചെറുക്കനെ. അങ്ങോട്ട് എഴുന്നേക്ക്. ദേ, ഒരു കാരണവശാലും ചെറുക്കനെ ഇവിടെ കൊണ്ടുപോകാൻ പറ്റൂല. അത് ഞങ്ങൾ സമ്മതിക്കൂല. ഞാൻ ചെറുക്കനെ കൊണ്ടുപോകും. തന്റെ ചെറുക്കന് ഇവിടെ എന്താണ് ഒരു കുറവ്? എന്തിനാ താൻ ഇത്ര വാശി പിടിച്ച് കുട്ടീനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറയണേ? എനിക്ക് അപ്പുറത്തെ സ്കൂളിൽ എന്റെ ചെറുക്കനെ പൊന്നെ പോലെ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുപോകും. ഇവിടെയും പൊന്നു പോലെ തന്നെ നോക്കുന്നേ. തന്റെ ചെറുക്കന് പാല് കൊടുക്കുന്നില്ലേ? സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങി കാച്ചി കൊടുക്കുന്നില്ലേ? ഇല്ലേ, ഉച്ചക്ക് കഞ്ഞിണ്ട്. ദേ, ഞങ്ങളുടെ കഞ്ഞിമാഷാണിത്. കണ്ടോ? അത് കണ്ടോ? പിന്നെ വൈകിട്ട് മുട്ട. ദേ, മുട്ട സാറ്. അത് മുട്ടയിടാനുള്ള പടാപ്പാട് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എന്തിനാടോ താൻ ഇങ്ങനെ വാശി പിടിച്ച് കുട്ടീനെ കൊണ്ടുപോകണം പറയുന്നത്? പണ്ടുപിള്ള അറിഞ്ഞേറി ഇങ്ങോട്ട് വന്നാൽ തേച്ച് ഞാൻ വിദ്യ പൊട്ടിച്ച് കളയും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് എന്റെ കൊച്ചിന്റെ ടി സി ഇപ്പൊ ഇവിടെ ഇപ്പൊ വേണം. തരത്തില്ല നടക്കത്തില്ല. ചെറുക്കനെ കൊണ്ടുപോകാൻ പറ്റൂല. അയ്യോ, എന്റെ കുഞ്ഞിനെ കൊണ്ടുപോവല്ലേ? കണ്ടില്ലേ ഒരമ്മയുടെ രോദനം? ഞാനത് വഴിയൊന്നും പോയിട്ടില്ല. എനിക്കെന്റെ ടി സി തന്നില്ലേ പൂച്ച മീശം വെച്ച് നടക്കുന്ന കള്ള വിടുവാ. ഒട്ടിച്ചളെ ഞാൻ. മനസ്സിലായോ? തേച്ചിയാടോ? ടി സി തരാൻ പറ്റില്ല. അപ്പൊ ടി സി തരത്തില്ല. തരത്തില്ല. ഉറപ്പിച്ച്. ഇപ്പോ നമ്മുടെ സർക്കാർ സ്കൂളിൽ പഠിച്ച എത്ര പേരുണ്ട് ഇവിടെ? അവരൊന്ന് കൈ പൊക്കാൻ ഞാൻ രണ്ടാമതല്ലേ പറഞ്ഞുള്ളൂ. എല്ലാരും പൊക്കി. അതെന്താ അവര് പകുതി സ്കൂളിലാണോ പഠിച്ചത്? വല്ല പൊക്ക് 5ാം ക്ലാസ് വരെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചോളല്ലേ? എല്ലാരും സർക്കാർ സ്കൂളിൽ പഠിച്ചവരാണ്. നിങ്ങളും സർക്കാർ സ്കൂളിൽ പഠിച്ചവരാണ്. അതെ. ഈ സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ട് സർക്കാർ ജോലിയും ലഭിച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾ എവിടെ പഠിക്കുന്നു? എന്റെ മോൻ പിന്നെ സെന്റ് ലോട്ടസ് ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂൾ. എന്റെ മോൻ, എനിക്ക് ആ പേര് പറയാൻ ഭയങ്കര പേരാ. പബ്ലിക് സ്കൂള്. പറഞ്ഞു മനസ്സിലായി? 3 റെഡി പിടിച്ചിട്ടുണ്ടോന്ന്. ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. നിങ്ങൾ സർക്കാരിന്റെ ജോലിയും വാങ്ങിച്ച് കുട്ടികളെ നിങ്ങൾക്ക് തോന്നുന്ന സ്കൂളിൽ കൊണ്ടുവന്ന് നിങ്ങൾ ചേർക്കുന്നു. നിങ്ങളുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത് നിങ്ങൾ ആദ്യം ഡിവിഷൻ ഫാൾ തീർക്ക്. എന്നിട്ട് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തോളാം. നിങ്ങളുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നാൽ നിങ്ങളുടെ കുട്ടികളെ ഇവിടെ ചേർക്കും. എങ്ങനെയുണ്ട് സാറേ? ഒരു കാര്യം ചെയ്യാം. നാളെ തന്നെ ഞാൻ എന്റെ മോനെ ഈ സ്കൂളിൽ കൊണ്ട് ചേർക്കും. ഉറപ്പിച്ച് തീരുമാനിച്ചു. മിസ്റ്റർ ബോസ്, നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. നിങ്ങൾ എന്റെ കണ്ണ് തുറപ്പിച്ചു. അപ്പൊ ഇതുവരെ കാഴ്ചയില്ലായിരുന്നു. ഇതാണ് നിനക്ക് ഇതിനുള്ള മറുപടി. നമ്മൾ ഈ ടീമിന്റെ ഒരു തകർപ്പൻ പെർഫോമൻസ് കണ്ടു. കുറേ സമയം ചിരിച്ചു. എനിക്ക് തോന്നുന്നത് ത്രൂ ഔട്ട് ചിരി തന്നെയായിരുന്നു. ചെറിയ നുറുങ്ങ് തമാശകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിന്റെ വിശേഷങ്ങളായതുകൊണ്ട് നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു അല്ലേ ഇവർ പറഞ്ഞത്? അല്ലേ? അവർക്ക് നല്ല ഗംഭീര ഒരു കൈയടി കൊടുക്കാം. ഈ ചേട്ടൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര കാര്യമായിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മുടെ ശ്രീനിവാസന്റെ ചിരി പോലെ ഇടയ്ക്കുന്നൊരു ചിരി വരും. ഇതാരും ഇങ്ങനെ ചിരിക്കണേ നോക്കിയപ്പോൾ ഈ ചേട്ടനാണ് ചിരിച്ചോണ്ടിരുന്നത്. എന്താ ചേട്ടന്റെ പേരെന്താ? വിനോദ്. ഓക്കെ, വിനോദ് ചേട്ടനെ ഈ കൂട്ടത്തിൽ ഏറ്റവും വിനോദിപ്പിച്ചത് എന്താ? അയ്യോ, അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനിട്ടില്ല. എല്ലാരും തകർത്തു. ഗംഭീര, ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് വന്നത് മുതലായി. അപ്പൊ ഇനി എന്താണ് ബാക്കിലൊക്കെ ഉള്ളവർക്ക്? 4 പേരും ഒപ്പത്തിനൊപ്പമായിരുന്നു. പിന്നെ മേഡത്തിന് ആ നടപ്പായിരുന്നു കുറച്ചുകൂടി കുണുങ്ങി വരായിരുന്നു. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർക്ക് അങ്ങനെ കുടുങ്ങിയാണ് വരാറ്? അല്ല, ആ പാട്ട് ഏത് സ്കൂളിലാണ് പഠിച്ചേ? പട്ടം സെന്റ് മേരീസ്. പേരെന്താ പറഞ്ഞേ? അശ്വിൻ. പട്ടം സെന്റ് മേരീസിലെ ടീച്ചേഴ്സ് അങ്ങനെ കുടുങ്ങിയാണ് വരാറ്. തീരുമാനം ഉണ്ടാക്കിട്ട് പോയാൽ മതി. അശ്വിൻ ഉദ്ദേശിച്ചത് ടീച്ചർ ഹെഡ് മാസ്റ്ററുമായിട്ടുള്ള ശൃംഗാരം കുറച്ചുകൂടെ വേണമായിരുന്നു അല്ലേ? ചേട്ടാ ഒന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? എന്തോ പറയാനാ, ചിരിച്ച് ഞാൻ കുറെ കാലം കൊണ്ട് സത്യം ഇങ്ങനെ ചുമ്മാ തള്ളുന്നതല്ല, സീരിയസ്ലി പറയുന്നത്. കുറെ നാളായി ഇതുപോലെ ഇങ്ങനെ സ്കിറ്റ് ഇത്രയും ചിരിച്ചത്.
ഭയങ്കരമായിട്ട് ചിരിച്ചു വെച്ചാൽ ഭയങ്കരമായിട്ട് ചിരിച്ചു. അത് തന്നെ അറിയാമല്ലോ, അപ്പം തന്നെ അറിയാലോ നമ്മുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവരും സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ചിരിച്ചു കുഴഞ്ഞു പോയി സത്യം. അപ്പൊ എന്തായാലും നമ്മൾ ഇവരുടെ പെർഫോമൻസ് കണ്ടു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മെജോറിറ്റി ആളുകൾക്ക് അവരുടെ പെർഫോമൻസ് ഒരു ആവറേജിന് മുകളിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എല്ലാവരുടെയും മുഖത്തുള്ള എക്സ്പ്രഷൻസ്. നമ്മൾ ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നത് ഓഡിയൻസ്? സോ നമ്മുടെ ഓഡിയൻസ് എനിക്ക് തോന്നുന്നു മജോറിറ്റി ഇവർക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റാർ 4 ആണ്. അതുകൊണ്ട് നമ്മൾ 4 സ്റ്റാർസ് ആണ് ഇവർ ഡിസേർവ് ചെയ്യുന്നത് കൺക്ലൂഷനിലേക്കാണ് എത്തുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ 4 സ്റ്റാർ നേടിയ നമ്മുടെ ഈ ടീമിന് നമ്മുടെ വക കോമഡി മസാലയുടെ വക ഒരു സമ്മാനമുണ്ട്, ക്യാഷ് വൗച്ചറാണ്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഉല്ലാസ് ചേട്ടനെയും നെൽസൺ ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. യെസ്, അങ്ങനെ നമ്മുടെ കോമഡി മസാലയുടെ വേദിയിലേക്ക് അടുത്തതായിട്ട് എത്താൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദ വെരി പോപ്പുലർ, വെരി ടാലന്റഡ് നരിയാപുരം വേണു. വേണു ചേട്ടാ നമസ്കാരം. കോമഡി മസാലയുടെ വേദിയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതെ അതെ, എനിക്ക് നിങ്ങളുടെ ഈ സുഹൃത്തുക്കളുടെ പരാക്രമങ്ങൾ നേരിട്ട് കാണാനുള്ള അവസരമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം നെൽസൺ ചേട്ടനുണ്ട്, ഉല്ലാസ് ചേട്ടനുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? അത് പോരെ, ഇത് രണ്ടും മതി. അല്ല ഈ ഒരു കോമഡി മസാലയ്ക്ക് ആവശ്യമായ കറിക്കൂട്ട് അവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. പിന്നെ ഒരു കാര്യം, നമുക്ക് അവരെയും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ ഇനി കുറച്ച് സമയത്തേക്ക് ദ സ്റ്റേജ് ഈസ് ഓൾ യുവേഴ്സ്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദ അനുകരണം കിടക്കാം. വേണമല്ലോ, പിന്നെ തീർച്ചയായും. നമ്മുടെ മലയാളത്തിന്റെ പുണ്യമായ പത്മശ്രീ ഭാരത് ലഫ്റ്റനന്റ് കേണൽ ശ്രീ മോഹൻലാൽ ആടിത്തിമിർത്ത് ഒരുപാട് സിനിമകളുണ്ട്. അതിലൊരു സിനിമയിലെ ഡയലോഗാണ്, ആരാ മോനെ ദിനേശ ഈ എരപ്പാളിത്തരവ് കാണിച്ച് നീയാ. ഈ ഡയലോഗ് നമ്മുടെ സാക്ഷാൽ അന്തരിച്ച മഹാനടൻ ശ്രീ തിലകൻ ചേട്ടനാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ആരാ മോനെ ദിനേശ ഈ ഏർപ്പാളിത്തരവ് കാണിച്ചു നീയാ. ഏത് നായിന്റെ മോൻ പറഞ്ഞിട്ട് ചെയ്താണെങ്കിലും വേണ്ടില്ല, ഇതൊക്കെ പറക്കി കെട്ടി പോവലില്ല. പൊട്ടിയതും ചളങ്ങി നോക്കി വിട്ടിട്ടേ, പകരം പുതിയത് വേണം പോളിലെത്താൻ. അതിനിപ്പോ മീൻകറി വെക്കുന്ന ചട്ടിയാണെങ്കിലും മോനെ ദിനേശ അങ്ങനെ ചെയ്യാൻ പറയണം. അപ്പോ ഇനി നമുക്ക് വേറെ ഏത് താരത്തിന്റെ ശബ്ദം വേണമെന്ന് ഇവിടെ ആവശ്യപ്പെട്ടാൽ ഞാനത് പ്രസന്റ് ചെയ്യാം. ജയറാമേട്ടൻ്റെ. ജയറാം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരുവാനും അമൃത ഒരുക്കുന്ന ഈ കോമഡി മസാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഈ പരിപാടി ഗംഭീരമാകട്ടെ, 1000 എപ്പിസോഡ് ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ മലയാള സിനിമയുടെ സംസ്ഥാന അവാർഡ് ജേതാവായ പ്രിയപ്പെട്ട ഇന്ദ്രൻ സിയേട്ടൻ. ഓ, ഇതെന്തോ ഒരു ദോശയാ. ഈ ദോശയുടെ നിറവും എൻ്റെ നിറവും ഒരുപോലെ ഇരിക്കുക, കറുത്ത് കരിവാളിച്ച്. എനിക്ക് ഈ ദോശ വേണ്ട ഒരു കുഞ്ഞ്, ഞാൻ കടയിൽ പോയി പുട്ടും മുട്ടയും തിന്നോളാം. മമ്മൂട്ടി. പ്രിയപ്പെട്ട മമ്മൂക്കിയുടെ ഒരു ഡയലോഗ് എനിക്ക് അറിയാവുന്ന പറയാം കേട്ടോ. മുത്തേ മുത്തേ എവളി തവിടെ പോയി കിടക്കണം. താഴത്ത് വെച്ച് എറുമ്പരിക്കും, തലയിൽ വെച്ച പേനരിക്കുന്ന എന്നെ മുത്തനെ ഞാൻ വളർത്തിയത്. തോപ്പിച്ച് കിടന്നെല്ലാടി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണാണ് കേട്ടാ. ചെന്ന് പുസ്തകമെടുത്ത് വായിച്ചു പഠി. കണ്ട മണകണാഞ്ചന്മാരോട് നടക്കരുത് കേട്ടാ. മകളെ അച്ഛനെ കറിയിപ്പിക്കല്ലേ മുത്തേ. ചെല്ല്. പ്രേം നസീർ. ഓക്കെ, മലയാളത്തിന്റെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീർ. പ്രിയമുള്ള
എൻ്റെ നാട്ടിൽ നിങ്ങളെയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് രോമാഞ്ചമാണ്. ഇവിടെ വരുവാനും ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദി നന്ദി നമസ്കാരം. ജഗതി ചേട്ടന്റെ ശബ്ദം. എല്ലാം ഉണ്ടാക്കി വെക്കാൻ ഞാനും വലിച്ചു വാരത്തിന്റെ ദീവ ഭ്രാന്തിപ്പെണ്ണും വിളിച്ചോണ്ട് പോണേ. ഗ്യാസ് പൊട്ടടായി. ഇനി ഒരു പേര് ഞാൻ പറഞ്ഞാൽ മതിയോ? MG സോമൻ. ഓക്കെ. നേരെ അതിരുമീൻ ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. നരമ്പെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുമ്പ് വെച്ച് എൻ്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കിയിട്ട് എൻ്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് 9 വയസ്സ്. കാഴ്മരത്തിൽ അപ്പന്റെ ശവം ഇറക്കിയിടാ ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അന്ന് എൻ്റെ 10ാമത്തെ പിറന്നാള്. പനന്തായി പൊതിഞ്ഞു കെട്ടി 3ാം പക്കം എൻ്റെ അപ്പനെ ഈ പള്ളിമുറ്റത്തുകൊണ്ട് ഇറക്കുമ്പോ എൻ്റെ കൺമുമ്പിൽ ഇപ്പോഴും ഞൊളക്കി വാ തിരുമേനി ദണ്ടീ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിനും വായിന്നും. അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായമിട്ട തിരുമേനിമാര് അപ്പന്റെ ശവത്തിന് ടാറ്റിയത് എടുത്ത് തെമ്മാടി കുഴിക്കൊണ്ട് തള്ളിക്കോളാൻ. അന്യം തീർക്കുന്ന കാശ് കൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസിലും ബെൻസിലും കയറി നടക്കുന്ന വലുവെളുത്ത കുപ്പായത്തോട് അന്ന് തീർന്നതാ തിരുമേനി ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാണ് ഇറവറൻസ്, ബഹുമാനക്കുറവ്. മനസ്സിൽ വെച്ചോ തിരുമേനി. ഐ ആം ഔട്ട് സ്പോക്കൻ. വാടാ. കലാഭവൻ മണിച്ചേട്ടന്റെ സൗണ്ട്. കലാഭവൻ മണി. പ്രിയമുള്ള കലാപ്രേമികളെ, ഞാനാ കലാഭവൻ മണി. ഓക്കെ. ഇനി സുരേഷ് ഗോപി. അദ്ദേഹം സിനിമയിൽ വരുമ്പോൾ നാണയ്ക്ക് വകയില്ലാത്ത നാനാന്തരം വേഷകള് റെയിഡിയത് പിടിച്ചിട്ട് അവർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുന്നത് കണ്ടിട്ടാണോടാ എനിക്ക് അസൂയ. ഇങ്ങനെ പറയുന്ന സുരേഷ് ഗോപി അവർകൾ കോടീശ്വരൻ എന്ന് പറയുന്ന പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റൈലിനൊരു വ്യത്യാസമുണ്ട്. അതായത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഉത്തരങ്ങളും ചോദ്യങ്ങളും സമ്മേളിക്കുന്ന ഈ സമ്മേളന വേദിയാണ്. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. ഹോട്ട് സീറ്റിൽ ഇനി മത്സരിക്കാനുള്ളത് 6 ദളങ്ങൾ. ഇവരിൽ ആര് ആദ്യം പോയി ഓക്കെ. ഉമ്മർ, മഹേശ്വരി, നിന്റെ വികാരഭരിതമായ മുഖം കാണുമ്പോൾ ഞാൻ ആകെ കോരിത്തിരിച്ചു പോകുകയാണ്. മോളെ ശോഭി, ഞാനൊരു വികാര ജീവിയാണ്. നീ എന്നോട് സഹകരിച്ചാൽ നിനക്ക് ഞാൻ ആനയെ വാങ്ങിത്തരും, ചേനോ വാങ്ങിത്തരും. മറിച്ച് പുത്തൂരം വീടിന്റെ മുറ്റത്ത് വന്നു നിന്ന് അനാവശ്യം പറഞ്ഞ് കൊന്നുകളഞ്ഞ അഹങ്കാരി. സത്യൻ മാഷ്. ഓക്കെ. അമ്മേ, അമ്മച്ചി, എന്താ അമ്മേ ഇവിടെ ഒരു ശ്മശാന മൂകത? അമ്മേ, സ്വന്തം അച്ഛനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണോ അമ്മേ ഞാൻ ചെയ്ത തെറ്റ്? സരളെ ഇവിടെ വരൂ, നമുക്ക് ഈ ചരലിക്കിടന്ന് ഒന്നുരുളാം. അടുത്തായിട്ട് ഞാനൊരു താരത്തിന്റെ ശബ്ദമാണ് ആവശ്യപ്പെടുന്നത്. ഈ സാംബശിവൻ സാറിന്റെ ശബ്ദം. കലാസ്നേഹികളെ, നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ. എനിക്ക് നമ്മുടെ ഒരു കഥാപ്രസംഗ പരിപാടി അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കി തന്ന ഇതിന്റെ നല്ലവരായ സംഘാടക സുഹൃത്തുക്കൾക്ക് എന്റെയും എന്റെ പാർട്ടിയുടെയും സ്നേഹനിസ്യമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കഥാപ്രസംഗ പരിപാടി ആരംഭിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഇത് തന്നെ ഇദ്ദേഹത്തിന്റെ വേറെ ശബ്ദത്തില് ഇത്രയും ഈ പറഞ്ഞതുപോലെ തന്നെ പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ വിമൽ മിത്രയുടെ പ്രതി എന്ന കഥ കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. പ്രതി.
ചേട്ടാ യെസ് ഗംഭീരമാക്കി. അപ്പൊ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ഓഡിയൻസ് പറഞ്ഞ സ്റ്റാർസിനെയൊക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി മ്യൂക്രി ഒക്കെ ചെയ്ത് ഇവിടെ നിന്ന് കൊഴിപ്പിച്ചു. സോ താങ്ക് യു സോ മച്ച്. അപ്പം വീണ്ടും വരിക. നന്ദി. ചേട്ടനാരാ? ഞാൻ ഈ വസ്ത്ര അലങ്കോലകൻ. അലങ്കോലകനാ? മറ്റേ ഈ ഡ്രസ്സൊക്കെ വേണ്ടവർക്ക് കൊണ്ടു കൊടുക്കൂലേ? ആ വെള്ളിയാഴ്ച വരുന്ന അണ്ണാച്ചി. ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. എന്റെ അമ്മച്ചി അണ്ണാച്ചി അല്ലാന്ന്. അതായത് ഈ നടന്മാർക്കൊക്കെ ഇങ്ങനെ ഡ്രസ്സ് കൊടുക്കൂലേ? ഓ ചേട്ടൻ ഇവിടുത്തെ കോസ്റ്റ്യൂമർ ആണോ? ഞാനാണ് ഇവിടുത്തെ കോസ്റ്റ്യൂമർ. അതിന് വസ്ത്ര അലങ്കാരകൻ എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലേ? അതെ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ പറഞ്ഞേ. ഞാനാണ് വസ്ത്രാലങ്കാരൻ. എന്റെ പേര് പാവാട ബിജു. ഈ പാവാട ബിജു. ഓക്കെ ഓക്കെ. അപ്പൊ സിനിമയൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളായിരിക്കും. സിനിമയായിട്ട് എനിക്ക് നല്ല ബന്ധാ, ഭയങ്കര ബന്ധാ എനിക്ക്. പാവാട എന്നുള്ള സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്ത ചേട്ടനാണോ? അതിനകത്ത് ഞാനല്ല കോസ്റ്റ്യൂം ചെയ്തത്. അല്ല പിന്നെ ഈ പാവാട ബിജു എന്നുള്ള പേര് എനിക്ക് ലേശം ഭ്രാന്തൊക്കെ ഉണ്ട്. ലേശം ഒന്നും അല്ല, അത് കണ്ടാ അറിയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭ്രാന്തല്ല, എനിക്ക് സിനിമയോടുള്ള താല്പര്യം കൊണ്ട് സിനിമയുടെ ചെറിയ ഭ്രാന്തും വട്ടൊക്കെ ഉണ്ട്. അതായത് ഞാൻ എല്ലാ ലൊക്കേഷനിലും പോയിട്ട് ചാൻസ് ചോദിക്കും. ഈ ചാൻസ് ചോദിക്കുമ്പോഴത്തേക്കും തരില്ല, ആരും തരില്ല. പക്ഷെ എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാനിങ്ങ് പോയി കഴിയുമ്പോ അവര് പറയും, എടാ ബിജു പാവാടാ, ബിജു പാവാടാ. അങ്ങനെ പാവാടാന്ന് പറഞ്ഞ് എല്ലാ ലൊക്കേഷനും ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ എനിക്ക് പാവാട ബിജു എന്ന് പേരായി. ഞാൻ പാവാട ബിജു ആയത്. ഓ അല്ലാണ്ട് സിനിമയായിട്ട് വേറെ ബന്ധമൊന്നുമില്ല. സിനിമയായിട്ട് ഞാൻ ചെറുതായിട്ട് ഞാൻ സിനിമയ്ക്ക് കഥയൊക്കെ എഴുതും. ആണോ? പിന്നെ ആണോ? എങ്ങനെ ഈ ചെറുതായിട്ട് കഥ എഴുതാന്ന് വെച്ചാ? ചെറിയായിട്ട് കഥ എഴുതാന്ന് വെച്ചാൽ സാധാരണ സിനിമാക്കാരൊക്കെ 100 പേജിൽ എഴുതുന്ന കഥയാണല്ലോ. ഞാൻ കുനാന്ന് 2 പേജിൽ എഴുതി ഞാൻ കൊടുക്കും. അങ്ങനെ ഞാൻ ചെറുതായിട്ട് കഥയൊക്കെ എഴുതും. അല്ല ഈ ചെറുതായിട്ട് കഥ എഴുതിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പിന്നെ ഗുണമുണ്ടോ? വീട്ടിലിരിക്കുമല്ലേ, എത്തോരും കഥയെ വീട്ടിലിരിക്കണമെന്ന് അറിയാമോ? നല്ല കഥയാണ്. പിന്നല്ലേ. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ ഈ കഥ വായിച്ചു കൊടുത്തപ്പോൾ ആ പുള്ളി എന്നോട് പറയാ, ബാഹുബലി 3 എടുക്കാൻ പാകത്തിന് ഉണ്ടട്ടോ ഈ കഥ. ശരിക്കും? പിന്നെ ഞാൻ എന്നിട്ട് ഇവിടുത്തെ പള്ളിക്കാരുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അപ്പുറം അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ല ഈ പള്ളിക്കാര് സിനിമയായിട്ട് എന്താ ബന്ധം? അതെ, ഈ പള്ളിയിൽ മറ്റേ ഈ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിലെ ഒരു മൗലവിയോട് ഞാൻ പറഞ്ഞു ഈ കഥ. അപ്പൊ പറഞ്ഞ് രാജമൗലവി ആയിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് 3 എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്റെ പൊന്ന് ചേട്ടാ, രാജമൗലവി അല്ല, രാജമൗലിയാണ് ബാഹുബലി സംവിധാനം ചെയ്തത്. ഈ മൗലവി പറഞ്ഞല്ലോ അത് റെഡിയാക്കി തരാന്ന്. അല്ല എന്താ ചേട്ടന്റെ കഥയുടെ പേര്? എന്റെ സിനിമയുടെ പേര് ഇച്ചിരി സ്റ്റാൻഡേർഡാ, പിച്ചച്ചട്ടി. ആത്മകഥയാണോ? അതെങ്ങനെ മനസ്സിലായി? അല്ല പേര് കേട്ടപ്പോ തോന്നി. എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാ പിന്നെ ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് പത്രത്തിൽ കൊടുക്കാൻ മേലായിരുന്നോ? ഇത് തന്നെ വർത്താനം പറഞ്ഞ എന്റെ കഥ ഞാൻ പത്രത്തിനകത്ത് കൊടുത്തു, ഞാൻ തിയേറ്ററിൽ പടം കാണാൻ ആള് വരും. ഈ അങ്ങനെ കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നല്ലൊരു തിരക്കഥയുണ്ട്, വേണ്ട പ്രൊഡ്യൂസേഴ്സ് സമീപിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരസ്യം കൊടുക്കാറില്ലേ? അങ്ങനെ കൊടുത്തോ? ഞാൻ കൊടുത്തു. ശരിക്കും? പിച്ചച്ചട്ടി എടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഒരു മനുഷ്യനൊന്ന് വിളിച്ച് ചോദിക്കണ്ടേ? ചോദിക്കില്ലെന്നേ, കലാബോധമില്ലാത്ത ആളുകളുണ്ട് ഇങ്ങനെ. ശരി, ആ പണിക്ക് നിങ്ങൾ തന്നെ പറ്റിയത്. പിന്നെ ഞാൻ ഇവിടെ വന്നതേ വേറെ കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല, പല്ല് നമുക്ക് കഴിയുമ്പോ പറിക്കാലോ. കുരുങ്ങണാരി കുരുങ്ങി പോയി. അത് ഞാൻ വന്നതേ അടുത്ത മാസം എന്റെ വീടിന്റെ അടുത്ത് ഒന്ന് വരണം. ഞാനോ? വരണം. അത് എന്റെ ഒരു പുതിയ ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം ചെയ്യാനായിട്ടാ. ഓ, ടെക്സ്റ്റൈൽസ് ഇനാഗുറേഷൻ. കുഴപ്പമില്ല, ഞാൻ ചെയ്യാറുണ്ട്. മഞ്ജു വാര്യർ ചേച്ചിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനേ ഇരുന്നത്. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു ചേച്ചി മതി എന്ന് പറഞ്ഞു. ഓ, മഞ്ജു ചേച്ചി ചെയ്യാനിരുന്നതാണോ? അപ്പൊ മഞ്ജു ചേച്ചി വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ മതി എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഷുവർ ആയിട്ടും വരും ചേട്ടാ, ഉറപ്പായിട്ട് ഞാൻ വരും. താങ്ക് യു. മഞ്ജു ചേച്ചി പിന്നെ വേണ്ടാന്ന് വെച്ചതല്ല, ഞാൻ ഒരു കൂട്ടുകാരനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞാ മഞ്ജു വാര്യർക്കൊക്കെ ഒരുപാട് പൈസ കൊടുക്കണം, ഏതെങ്കിലും TV ചാനലിൽ ഇങ്ങനെ ആങ്കർ ചെയ്യുന്ന ചാൻസ് നടക്കുന്ന ചെറിയ ചെറിയ പിള്ളേരുണ്ടെങ്കിൽ അവരെ കൊണ്ട് വിളിക്കുകയാണെങ്കിൽ നിസ്സാര പണിക്ക് ഇത് കാര്യങ്ങൾ നടന്നു കിട്ടൂലോ എന്ന് അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചതാ. എന്തായാലും വരണം. ഹലോ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ ലൊട്ടിലൊടുക്ക് ടെക്സ്റ്റൈൽസുകളുടെ ഇനാഗുറേഷൻ ഒന്നും പോകാറില്ല, മനസ്സിലായോ? ലൊട്ടിലൊടുക്കോ? ലൊട്ടിലൊടുക്ക് കടയൊന്നുമില്ല കേട്ടോ. എന്റെ തറവാടിന്റെ പേരാ ഞാൻ എന്റെ ടെക്സ്റ്റൈൽസിൽ ഉണ്ടാണ്. എന്താണാവോ ആ തറവാടിന്റെ പേര്? തറവാടിന്റെ പേരാണ് പായ്ത്തറ. നന്നായി. ആ പേര് കടക്കിടുമ്പോ കട പൂട്ടുമ്പോ ആ പാ തന്നെ തറയിൽ വിരിച്ച് കിടക്കാലോ. സംസാരിക്കില്ലേ? എനിക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. തന്നെയുമല്ല എനിക്ക് ഭയങ്കരമായിട്ട് ആത്മാർത്ഥതയുണ്ട്. അതുകൊണ്ട് എന്റെ കട പൂട്ടൂല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ആത്മാർത്ഥതയും കൊണ്ട് ഒന്നും ഒരു വിലയില്ലെന്നേ. ആത്മാർത്ഥമായിട്ട് പണി ചെയ്താൽ എപ്പ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അല്ല ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേൾക്കണം, കണ്ണ് നിറഞ്ഞു. ഞാൻ എൻ്റെ ഒരു ചെറുപ്പക്കാരന് പുറകിൽ ഞാൻ ഇങ്ങനെ അവന് ഡ്രസ്സ് കഴിക്കാൻ കൊണ്ട് തന്നു. ഞാൻ നല്ല ശ്രീകൃഷ്ണൻ
ഓടക്കുഴല്, മയിൽപ്പീലി, ഇത് ഞാൻ വരച്ചങ്ങോട്ട് കൊടുത്ത് വൈകുന്നേരം അങ്ങ് വന്നച്ചാനെ ഭിത്തിയിലേക്ക് ചാരി അങ്ങ് നിർത്തിച്ചു. ഒച്ച കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എന്നെ ഇടിച്ചു തമിഴ് കൂടി കേൾക്കണം ഞാൻ. അല്ല ഞാൻ പറയട്ടെ, ഇതിപ്പോ ഈ വിഷു സീസൺ ഒക്കെ ആയിട്ട് ഒരാൾക്ക് ഇത്രയും ഈ ശ്രീകൃഷ്ണന്റെ മയിൽപ്പീലി അതും ഒരു ചെറുപ്പക്കാരന് ചെയ്തു കൊടുക്കുമ്പോ അതിന് വന്ന് ഇടിക്കുന്നവൻ ഏത് വിവരം കേട്ട കോമാളിയാ? ഇവിടുത്തെ SI SIയുടെ യൂണിഫോമിന്റെ പുറകിലാ ഓടക്കുഴലും മയിൽപ്പീലിയും ശ്രീകൃഷ്ണനെയും മറിച്ചു കൊടുത്ത്. അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്കാ പറ്റിയ. SI ആയതുകൊണ്ട് ചേട്ടനെ ഇങ്ങനെ കൊങ്ങയ്ക്ക് പിടിച്ച് മാത്രമല്ല, ഞാനാണെ കൊന്നേനെ അറിയോ? കൊല്ലാൻ പറ്റേ. ഹലോ, വർക്കില്ലെന്നോ? വർക്കുണ്ട്, വർക്കില്ല. ഇല്ല കഴിയില്ല. അല്ല, കഴിയില്ല എന്നാണോ കഴിവില്ല എന്നാണോ? കഴിവില്ലാന്ന്. കഴിയില്ല. ബെറ്റർ പോടാവേ, ഞാൻ ബലം വിളിച്ചാൻ പറയും. എന്താ സംഭവം? എന്റെ സംഭവം, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു തെലുങ്ക് സിനിമയ്ക്ക് വേണ്ടി കോസ്റ്റ്യൂം ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേൾക്കണം, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ നിസ്സാരക്കാരനല്ല. ബാഹുബലിയുടെ 3 ചെയ്യുന്നു, ഇവിടെ കോസ്റ്റ്യൂം ചെയ്യുന്നു, തെലുങ്ക് പടത്തിന് ചെയ്യുന്നു, മൊത്തം ബിസിയാ. എന്നാലും ഞാൻ എല്ലായിടത്തും ഓടിയെത്തും. പക്ഷേ നായിക പറയുന്നു, നായിക അടിപൊളി ഡ്രസ്സ് ഞാൻ തയ്ച്ചു കൊടുത്തപ്പോൾ പറയുന്നു, ഇതിന് ഇറക്കം കൂടുതലാണ്, ഇതിന്റെ ഇറക്കം കുറച്ച് തന്നെ ഒന്ന്. അപ്പൊ ഞാൻ ഇറക്കം കുറച്ച് കൊടുത്തു, മാന്യമായിട്ട് ഞാൻ കുറച്ച് കൊടുത്തപ്പം ഡയറക്ടറൊക്കെ നടി പറയാണ്, ഇത് പോരാ, ഇനി ഇറക്കം കുറക്കണം. നടി അങ്ങനെ പറഞ്ഞു? നടിയാന്നേ പറഞ്ഞു. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റത്തെ. ഞാൻ വീണ്ടും കുറച്ച് കൊടുത്തു. എന്നിട്ട് വീണ്ടും കൊണ്ടേ കാണിച്ചു കഴിഞ്ഞപ്പം അവര് പറയും, ഇത് പോരാ, ഇനിയും കുറക്കണമെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേട്ടൻ ഒരു കോസ്റ്റ്യൂമറാണ്, അപ്പൊ അത് ഇടുന്ന ആളുകൾ പറയുന്ന അനുസരിച്ച് ചേട്ടൻ കുറച്ച് കൊടുത്താ പോരെ, എന്താ പ്രശ്നം? ഇത് ഞാൻ ഇനി ഇതിൽ കൂടുതൽ എന്തോരം കുറക്കണമെന്ന് നിങ്ങൾ പറ. ഇതൊന്നിട്ടേ. ഇത് തന്നെ ഞാൻ പറയണത്. എല്ലാവരും എന്റെ തലയിലേക്ക് വയ്ക്കും. ഒരു കോസ്റ്റ്യൂമർ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇങ്ങനെയാണ്. കോമഡി മസാലയിലെ ഇന്നത്തെ ഫണ്ണും ഗെയിമും ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ രസമുള്ള ഗെയിംസും മിമിക്രിയും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ഇറ്റ്സ് എ ബൈ ഫ്രം